ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പപ്സ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പപ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇതിന് പഫ് ഷീറ്റ് ആവശ്യമില്ല, അതുപോലെ ഓവൺ വേണ്ട, കുക്കർ വേണ്ട, നമുക്ക് മാവ് കുഴക്കോ പരത്തോ ഒന്നും ചെയ്യേണ്ട. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പപ്സാണിത്. അപ്പോൾ പുറമേ ക്രിസ്പിയും ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പപ്സാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പപ്സാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മൈദ ഉപയോഗിച്ചിട്ടാണ് ഞാനിതിൻ്റെ ആ ഒരു ഷീറ്റ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് മൈദ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പെല്ലാം ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കൂടി പോകാണ്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ പാടില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ഒരുപാട് ലൂസും ഒരുപാട് ടൈറ്റും അല്ലാത്ത കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ബാറ്റർ ആകെ കൊളാവും. അതുകൊണ്ട് കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചിട്ട് ഇതേപോലെ ഒട്ടും കട്ടയില്ലാണ്ട് നമ്മൾ ഈ ഒരു ബാറ്റർ കലക്കിയെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഷീറ്റ് നന്നായിട്ട് നമുക്ക് കിട്ടൂ, പപ്സിൻ്റെ ഷീറ്റ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളമായിട്ട് ഇത് കലക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവസാനം കാണിച്ചു തരാം ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാനിത് മാവ് കറക്റ്റ് കലക്കിയെടുത്തിട്ടുണ്ട്. അധികം ലൂസും അധികം ടൈറ്റും അല്ലാത്ത പരുവത്തിൽ ഇതേപോലെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമുക്കിത് മാവ് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ചൂടായ ഒരു പാനിലേക്ക് ജസ്റ്റ് ഒരു ബട്ടറോ ഗീയോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഓരോ തവി എടുത്ത് നമ്മൾ സാധാരണ ദോശ ചുടുന്നത് പോലെ ഒന്ന് ദോശ ചുട്ടെടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം തിന്നും ആയി പോകാൻ പാടില്ല, അധികം തിക്കും ആയി പോകാൻ പാടില്ല. ആ ഒരു രൂപത്തിൽ നമ്മളിത് പരത്തിയെടുക്കണം. തിന്നായി പോയാലും തിക്കായി പോയാലും പപ്സ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ദോശ കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മുടെ പാന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ഡ്രൈ ആകുന്ന സമയത്ത്, ഇതേപോലെ ഒന്ന് കളർ ചേഞ്ച് ആകുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയെടുക്കുക. ഇത് ഇടരുത് കേട്ടോ, കാരണം ഈ ഒരു രൂപത്തിലാണ് നമുക്ക് വേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ എല്ലാ ദോശയും ചുട്ടെടുക്കണം. അധികം ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ. അധികം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമുക്ക് ഇതേപോലെ ചുറ്റിച്ചെടുക്കാനും പണിയായിരിക്കും. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം മേൽഭാഗം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയാൽ നമുക്ക് നമ്മുടെ ദോശ പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. തിരിച്ചിട്ട് കൊടുക്കരുത്, ഞാൻ വീണ്ടും പറയാണ്. ഇതേപോലെ എല്ലാം മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാലേൻ്റെ ഇതാണ് ഞാൻ പറയുന്നത്. ഈ ഒരു മസാല ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലിപ്പ് തന്നെയാണ് ഞാനിപ്പോൾ ഇതിലും കൂടി ആഡ് ചെയ്യുന്നത് കേട്ടോ. ആ സെയിം മസാല ആയതുകൊണ്ടാണ് പ്രത്യേക ഒരു വീഡിയോ എടുക്കാണ്ടുന്നത്. ഇത് ഞാൻ കുറച്ച് ചിക്കൻ പീസ്, കുറച്ച് ഉപ്പും മഞ്ഞളും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഒരു വിസിലിൽ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ വെള്ളവും ചിക്കനും മാറ്റിയെടുക്കാം. ഇനി ചൂടായ ഒരു പാനിലേക്ക് 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് മസാലക്ക് ആവശ്യമായിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ ക്യാപ്സിക്കം, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ഇത്രയാണ് ഞാൻ എടുത്തത്. ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഇതാണ് ഞാൻ എടുത്തത്. പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാപ്സിക്കോ മല്ലിയിലയും ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് ഈ ഒരു പാനിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒന്ന് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ചിക്കൻ വേവിച്ചതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണം മാറണം. അതേപോലെ തന്നെ സവാള നല്ലോണം വയന്ന് കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയും മാത്രമേ ഞാൻ മസാല പൊടിയായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. വേറെ ഒരു മസാല ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതും കൂടി അതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ നേരത്തെ ചിക്കന് മാറ്റി വെക്കാൻ പറഞ്ഞ ആ ഒരു വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊരു 2-3 ടേബിൾ സ്പൂൺ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു പപ്സ് ഉണ്ടാക്കുന്ന ഈ ഒരു മസാല ചിലർ ചിക്കൻ ഇടാണ്ട് വെറും മുട്ട മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത്, അതായത് ചിക്കൻ വേണ്ടാന്നുള്ളവരാണെങ്കിൽ ചിക്കൻ്റെ ആ ഒരു ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതായത് ചിക്കൻ്റെ വെള്ളം ഒഴിക്കുന്നതും ചിക്കൻ ഇടുന്നതും ഒഴിവാക്കിയതിന് ശേഷം കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും മാത്രം ഇട്ട് നേരത്തെ നമ്മൾ വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മസാല തയ്യാറാക്കി എടുക്കുക കേട്ടോ. അതായത് ചിക്കൻ ഇടാണ്ടാണ് നിങ്ങൾ മസാല തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ക്യാപ്സിക്കോ ഈ മല്ലിയിലയും ഇട്ടതിന് ശേഷം നിങ്ങൾക്ക്
ഇത് ഓഫ് ചെയ്യാം, പൊടികളിട്ട് ഓഫ് ചെയ്യാം. എല്ലാന്നാണെങ്കിൽ ഇതേപോലെ ആക്കുന്നതെങ്കിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി വെക്കണം. കാരണം നമ്മൾ ചിക്കൻ്റെ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം ഒന്ന് മസാലയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ടേസ്റ്റി ആയിട്ടുള്ള മസാല ഉണ്ടാകുക. അപ്പോൾ 2 മിനിറ്റിന് ശേഷം നമ്മുടെ മസാല ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റും മസാലയും അതുപോലെ മുട്ട പുഴുങ്ങിയതും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നോക്കാം. ഓരോ ഷീറ്റിൻ്റെയും മിഡിലായിട്ട് നമുക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ മസാല ആഡ് ചെയ്യുന്നേരം ഒരുപാട് അങ്ങ് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാൻ പാടില്ല, നമുക്ക് മടക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ 1-1.5 ടേബിൾ സ്പൂണോ മസാല മിഡിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട പകുതി മുറിച്ചെടുക്കുക. നിങ്ങൾക്ക് എത്ര പപ്സാണോ വേണ്ടത് അതിനനുസരിച്ച് മുട്ട പുഴുങ്ങി എടുക്കുക കേട്ടോ. അപ്പോൾ മുറിച്ച് ഇതേപോലെ എടുത്തതിന് ശേഷം അതിങ്ങനെ മിഡിലിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ 4 ഭാഗത്തു നിന്നും മടക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് താനെ ഒട്ടിക്കോളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദോശ ചുടുന്ന സമയത്ത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ പാടില്ല എന്ന്. ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റൂ. 4 ഭാഗവും ഇതേപോലെ എടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇതേപോലെ തന്നെ നമുക്ക് എത്ര പപ്സാണോ വേണ്ടത് എന്ന് വെച്ചാൽ അത്രയും പപ്സ് റെഡിയാക്കി എടുക്കുക. പിന്നെ മസാല ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ മടക്കി എടുക്കുന്നുണ്ടല്ലോ, ആ മടക്കി എടുക്കുന്ന സമയത്ത് ഇത് കീറിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓവറായിട്ട് മസാല വെക്കരുത് എന്ന്. മസാല വെച്ച് മുട്ട വെച്ച് 4 ഭാഗത്തുനിന്നും മടക്കി കൊടുക്കുക. നമ്മൾ വേറെ ഒന്നും ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. 4 ഭാഗത്തുനിന്നും മടക്കിയെടുത്തതിന് ശേഷം മാറ്റി വെക്കുക. ഇതേപോലെ തന്നെ നമുക്ക് എത്ര പപ്സാണോ ആക്കിയെടുക്കേണ്ടതെന്ന് വെച്ചാൽ അത്രയും പപ്സ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അത് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. എന്നാൽ പിന്നെ മറ്റേ പപ്സ് പോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും ഉണ്ടാകുക. അപ്പോൾ എന്താ പറയുക, നമുക്ക് പൊടി കുഴച്ച് പരത്തി അങ്ങനെയൊന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി പപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മസാലയും പപ്സും എല്ലാം ഇഷ്ടമാവും. ചിക്കനും മുട്ടയും വെച്ചുണ്ടാക്കുന്ന പപ്സ് തന്നെയാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പപ്സ് ഉണ്ടാക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് എത്ര പപ്സ് വേണമെങ്കിലും ഈ ഒരു രൂപത്തിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് എല്ലാ പപ്സും ഞാനിത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവസാനത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. ഒരു പാന് ചൂടാക്കുക, അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള പാൻ തന്നെ ചൂടാക്കി എടുക്കുക. അതിലേക്ക് ഞാൻ വീണ്ടും ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണോളം ബട്ടർ ഒന്ന് മതി, ഒരുപാടൊന്നും ആഡ് ചെയ്യേണ്ട. ബട്ടർ അല്ലെങ്കിൽ ഗീ ആണ് ഏറ്റവും ബെസ്റ്റ്. ഗീൻ്റെ ഫ്ലേവർ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വേണം കേട്ടോ. പാന് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം. പിന്നെ ഞാനിത് ഇവിടെ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒറ്റൊരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ പപ്സും ഒന്ന് ഡിപ്പ് ചെയ്യണം. ഓരോ പപ്സ് 2 ഭാഗവും ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ നല്ല ചൂടായ പാനിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അതായത് നമ്മൾ മടക്കി ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ആയിട്ടാണ് ഫസ്റ്റ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് നല്ലോണം അവിടെ ഒട്ടി നിൽക്കും. അപ്പോൾ ഞാനിത് എല്ലാ പപ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തിരിച്ചിടാൻ വേണ്ടി പറ്റും. അങ്ങനെ എല്ലാം നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു പപ്സം എങ്ങനെയുണ്ടാകുന്ന വെച്ചാൽ പുറം ഭാഗം ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റും അങ്ങനെയാണ് ഉണ്ടാകുക. നമ്മൾ മറ്റേ ചപ്പാത്തി പോലെ അല്ലല്ലോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാ ഭാഗവും ഒരു ഭാഗം ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കളർ ഈ ഒരു ചേഞ്ച് ആകുന്ന സമയത്താണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആവണം, എന്നാലേ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും അതിന്. അപ്പോൾ ഈ ഒരു ഭാഗം, ഈ തിരിച്ചിട്ട ഭാഗവും കൂടി ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് അപ്പുറത്തെ ഭാഗം കൂടി ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 ഭാഗം ഒന്ന് ക്രിസ്പി ആക്കി എടുക്കണം. അത് നിങ്ങൾക്ക് മനസ്സിലാവും, അത് നിങ്ങൾ ചുട്ടെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് അതേപോലെ തന്നെ കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള പപ്സാണിത്. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗവും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പാനിൽ നിന്നും ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പപ്സാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.